Welcome to Physics, Chemistry and Biology online. Today we are discussing let us assess questions in chapter 2. Classify the following into elements and compounds: ammonia, sugar, nitrogen, mercury, sodium chloride, water, copper sulfate, sodium, carbon. We have to classify this into two categories: elements and compounds. ആൻസർ എന്താണ്? എലമെൻറ്റ്സ് കോമ്പൗണ്ട്സ് രണ്ട് ടേബിളാക്കി മാറ്റി തന്നിട്ടുള്ളതിൽ നൈട്രജനും മെർക്കുറിയും സോഡിയവും കാർബണും എലമെൻറ്റ്സ് ആണ്. ദേ കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു ഫർദർ കമ്പോണൻസ്. ഇനി കോമ്പൗണ്ട്സിൽ വരുന്നതോ അമോണിയ, ഷുഗർ, സോഡിയം ക്ലോറൈഡ്, വാട്ടർ, കോപ്പർ സൾഫേറ്റ്, ഇതെല്ലാം കോമ്പൗണ്ട്സ് ആണ്. Analyze the chemical equation given for the reaction between nitrogen and hydrogen to give ammonia. N2 plus 3H2 gives 2NH3. A. What are the reactants and products in this reaction? നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇക്വേഷനിൽ നിന്ന് റിയാക്റ്റൻസും പ്രോഡക്ട്സും ഏതാണ് എന്ന് കണ്ടെത്തണം. നമുക്കറിയാം, ദ സബ്സ്റ്റൻസസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് ദ റിയാക്റ്റൻസ് അല്ലേ? റിയാക്റ്റൻസ് എന്നത് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസ് ആണ്. ഇക്വേഷനിൽ നിന്ന് എങ്ങനെ നമ്മളത് തിരിച്ചറിയും? ഗീവ്സ് എന്ന ചിഹ്നത്തിൻ്റെ ഇടതുവശത്തുള്ള പ്ലസ് ചിഹ്നമിട്ട് വേർതിരിച്ചിട്ടുള്ള സബ്സ്റ്റൻസിനെ ആണ്, അത് എലമെൻറ്റ്സ് ആവാം, കോമ്പൗണ്ട്സ് ആവാം അല്ലേ? അതാണ് റിയാക്റ്റൻസ്. ഈ ഇക്വേഷൻ അനുസരിച്ച് N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3യിൽ ഗീവ്സ് ചിഹ്നത്തിൻ്റെ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? N2 ഉണ്ട്, അതുപോലെ H2 ഉണ്ട്. അതുകൊണ്ട് N2ഉം H2ഉമാണ് അല്ലേ? നൈട്രജനും ഹൈഡ്രജനുമാണ് ഇവിടെ ഉള്ള റിയാക്റ്റൻസ്. സോ ദ റിയാക്റ്റൻസ് ആർ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ N2 ആൻഡ് H2. ഇനി പ്രോഡക്ട്സ് എന്താണ്? ഗീവ്സ് ചിഹ്നത്തിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളതാണ് പ്രോഡക്റ്റ് അല്ലേ? ദ സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ റിയാക്ഷൻ ആർ കോൾഡ് ദ പ്രോഡക്ട്സ് അല്ലേ? പ്രോഡക്റ്റ് ഉണ്ടായതാണ്, റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടായതിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് അമോണിയ എന്ന പ്രോഡക്റ്റ് ഉണ്ടായിട്ടുള്ളത്. സോ ദ പ്രോഡക്റ്റ് ഈസ് അമോണിയ. സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഓഫ് ദ റിയാക്റ്റൻസ്. റിയാക്റ്റൻസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസും അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കണം. ഇതിലടങ്ങിയിട്ടുള്ള റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? N2 അതുപോലെ 3H2, ഇവയാണ് റിയാക്റ്റൻസ് അല്ലേ? 3 എന്ന് പറയുന്ന നമ്പർ അതിൻ്റെ മോളിക്യൂളിൻ്റെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ടോട്ടൽ മോളിക്യൂൾസ് കാണാൻ ആദ്യം ഓരോന്നിൻ്റെയും മോളിക്യൂൾസ് നമുക്ക് നോക്കാം. മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ എത്ര എണ്ണുണ്ട്? N2 എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂളാണ് അല്ലേ? അതുപോലെ ഹൈഡ്രജൻ്റെ എത്ര മോളിക്യൂളുണ്ട്? ഹൈഡ്രജൻ്റെ 3 മോളിക്യൂളുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു 1 + 3 ഈസ് ഈക്വൽ ടു 4. ആകെ 4 മോളിക്യൂൾസാണ് റിയാക്റ്റൻസിൻ്റേതായിട്ടുള്ളത്. റിയാക്റ്റൻസിലെ ആറ്റംസിൻ്റെ എണ്ണമാണ് ഇനി കാണേണ്ടത്. നൈട്രജൻ്റെ 2 ആറ്റംസ് ആണ് ഉള്ളത്. N2 എന്നതിൽ നൈട്രജൻ്റെ 2 ആറ്റങ്ങളാണ് ഉള്ളത്. ഹൈഡ്രജൻ്റെ 3 മോളിക്യൂളുണ്ട്. ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഹൈഡ്രജൻ ഈസ് 3 × 2 ഈസ് ഈക്വൽ ടു 6. ഇനി നമുക്ക് ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട് റിയാക്റ്റൻസിൻ്റെ എന്ന് കണ്ടുപിടിക്കണം. നൈട്രജൻ്റെ 2 ആറ്റം പ്ലസ് ഹൈഡ്രജൻ്റെ 6 ആറ്റങ്ങൾ അല്ലേ? സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് വിൽ ബി 2 + 6 ഈസ് ഈക്വൽ ടു 8. സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഓഫ് ദ പ്രോഡക്ട്സ്. പ്രോഡക്ട്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂളും അതുപോലെ ആറ്റംസും കണ്ടുപിടിക്കണം. ഹിയർ പ്രോഡക്റ്റ് ഈസ് 2NH3. Number of molecules is 2.
NH3യുടെ മുന്നിൽ എഴുതിയിട്ടുള്ള സംഖ്യയാണ് അതിൻ്റെ മോളിക്യൂളിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. നൗ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നൈട്രജൻ എത്ര എണ്ണാണുള്ളത്? നൈട്രജൻ 2 ആറ്റംസ് ആണുള്ളത്. നമുക്കറിയാം NH3യിൽ ഒരു നൈട്രജനും 3 ഹൈഡ്രജനുമാണ് ഉള്ളത്. അതിൻ്റെ മുന്നിൽ NH3 എന്നുള്ള കോമ്പൗണ്ടിൻ്റെ മുന്നിൽ 2 എഴുതിയപ്പോൾ 2 നൈട്രജനും അതുപോലെ ഹൈഡ്രജൻ്റെ എണ്ണം 2 × 3 6 ആയി മാറി. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ പ്രോഡക്ട്സ് ഈസ് 2 + 6 = 8. D question. What is the relation between the number of atoms of the reactants and products? റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് തമ്മിൽ ഉള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം രണ്ടും ഈക്വൽ ആണ്. റിയാക്റ്റൻസിലെ നമ്പർ ഓഫ് ആറ്റംസ് 8 ആണ്, അതുപോലെ പ്രോഡക്ട്സിലെ നമ്പർ ഓഫ് ആറ്റംസും 8 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ. N is the symbol of nitrogen. A. What do N2, 2N and 2N2 indicate? N2ഉം 2Nഉം 2N2ഉം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ N2 ഒരു മോളിക്യൂളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വി നോ ദാറ്റ് നൈട്രജൻ ഈസ് എ ഡയാറ്റോമിക് മോളിക്യൂൾ. സോ N2 ഈസ് ദ സിംബൽ ഫോർ എ മോളിക്യൂൾ ഓഫ് നൈട്രജൻ. 2N എന്നെഴുതി കഴിഞ്ഞാൽ അത് നൈട്രജൻ്റെ 2 ആറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 2 ആറ്റംസ് ഓഫ് നൈട്രജൻ. 2N2 എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ ആണ്. N2 എന്ന മോളിക്യൂൾ ഒരു മോളിക്യൂളിനെ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എഴുതിയ 2 മോളിക്യൂളിൻ്റെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. B question is, how many molecules and atoms are present in 5N2? 5N2 എന്നതിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെയും ആറ്റംസിൻ്റെയും എണ്ണം എഴുതാനാണ് ചോദ്യം. 5N2 means 5 molecules of nitrogen. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് 5. നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ 5 × 2 ചെയ്യണം അല്ലേ? 5 × 2 is equal to 10. So 10 number of atoms are present in 5N2. Fourth question. Some chemical equations are given. C plus O2 CO2, CH4 plus 2O2 gives CO2 plus 2H2O. CH4 എന്നത് മീഥെയ്ൻ ആണ്. N2 plus O2 gives NO. CaCO3 gives CaO plus CO2. കാൽഷ്യം കാർബണേറ്റ് ആണ് CaCO3. H2 plus I2 gives 2HI. Hydrogen iodide is HI. Fe plus HCl gives FeCl2 plus H2. CO2 plus C gives CO. A question. Which of these are balanced chemical equations? ഇതിൽ ഏതൊക്കെയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻസ്? ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. C plus O2 gives CO2. ഇവിടെ റിയാക്റ്റൻസിൻ്റെ സൈഡിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം നോക്കാം. C1 അതുപോലെ ഓക്സിജൻ 2 ആറ്റംസ് ആണ് ഉള്ളത്. ഇനി പ്രോഡക്ട്സിൻ്റെ സൈഡിൽ C1 അതുപോലെ ഓക്സിജൻ 2. രണ്ട് സൈഡിലെയും ആറ്റംസിൻ്റെ എണ്ണം ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഈസ് CH4 plus 2O2 gives CO2 plus 2H2O. ഇത് മീഥെയ്നും ഓക്സിജനും കൂടിയുള്ള റിയാക്ഷനാണ്. ഉണ്ടാകുന്ന പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഇത് റിയാക്റ്റൻസിൻ്റെ സൈഡിലുള്ള ആറ്റംസും അതുപോലെ പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ള ആറ്റംസും ഈക്വൽ ആണോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. പ്രോഡക്ട്സിൻ്റെ സൈഡിൽ CH4ഉം അതുപോലെ 2O2ഉമാണ് ഉള്ളത്. അവിടുത്തെ ആറ്റംസിൻ്റെ എണ്ണം നോക്കാം. കാർബൺ 1, ഹൈഡ്രജൻ 4, ഓക്സിജൻ 2 × 2 4. അതുപോലെ പ്രോഡക്ട്സിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ കാർബൺ 1, ഓക്സിജൻ 4, ഹൈഡ്രജൻ 4. രണ്ട് സൈഡിലെയും ആറ്റംസ് ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഓൾസോ ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. നെക്സ്റ്റ് ഇക്വേഷൻ N2 plus O2 gives NO. Here nitrogen and oxygen are 2 on reactant side and both are 1 in
പ്രോഡക്റ്റ് സൈഡ്. അതായത് നൈട്രജൻ ഓക്സിജൻ ഈ 2 ആറ്റങ്ങൾ വീതമാണ് റിയാക്റ്റൻസിലുള്ളത്, പക്ഷേ ഓരോന്ന് വീതമേ പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ളൂ. അതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. നമുക്കിത് ബാലൻസ് ചെയ്യാൻ എന്താണ് വഴി? പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടി നൈട്രജനും ഓക്സിജനും 2 വീതം ആക്കണം. അതിനുവേണ്ടി നമുക്ക് 2 എന്ന് പ്രോഡക്റ്റിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണം മാറ്റണം. സോ ദ ബാലൻസ്ഡ് ഇക്വേഷൻ വിൽ ബി N2 plus O2 gives 2NO. അങ്ങനെ എഴുതി കഴിയുമ്പോൾ 2 ഭാഗത്തും നൈട്രജനും ഓക്സിജനും 2 ആറ്റങ്ങൾ വീതം ആകും. നെക്സ്റ്റ് ഈസ് CaCO3 gives CaO plus CO2. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആകുന്നു എന്നാണ് ഈ ഇക്വേഷൻ്റെ മീനിങ്. ഇവിടെ റിയാക്റ്റൻസിൽ കാൽഷ്യത്തിൻ്റെ 1 ആറ്റവും കാർബണിൻ്റെ 1 ആറ്റവും ഓക്സിജൻ്റെ 3 ആറ്റംസുമാണ് ഉള്ളത്. പ്രോഡക്ട്സിൻ്റെ സൈഡിൽ കാൽഷ്യം 1, ഓക്സിജൻ, CaOയിലെ 1 എണ്ണം, CO2വിൽ 2 എണ്ണം, അങ്ങനെ ആകെ 3 ഓക്സിജൻ ആറ്റംസ്, കാർബൺ 1 എണ്ണം. നമ്പർ ഓഫ് ആറ്റംസ് 2 സൈഡിലും ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. നെക്സ്റ്റ് ഈസ് H2 plus I2 gives HI. റിയാക്റ്റൻസിൻ്റെ സൈഡിൽ ഹൈഡ്രജനും അയഡിനും 2 എണ്ണം വീതം, പക്ഷേ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഹൈഡ്രജനും അയഡിനും ഓരോ ആറ്റംസ് മാത്രമാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇൻ ഓർഡർ ടു ബാലൻസ് ദിസ് ഇക്വേഷൻ പ്രോഡക്ട്സിൻ്റെ സൈഡിൽ 2 ചേർത്ത് കൊടുത്താൽ മതി. അവിടെ 2 എഴുതി ചേർക്കുമ്പോൾ ഹൈഡ്രജനും അയഡിനും പ്രോഡക്ട്സിൻ്റെ സൈഡിലും 2 എണ്ണം വീതം ആയി മാറും. So the equation will be balanced. H2 plus I2 gives 2HI is the balanced equation. Next is Fe plus HCl gives FeCl2 plus H2. അയണും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷനാണിത്. പ്രോഡക്ട്സ് അയൺ ക്ലോറൈഡും ഹൈഡ്രജനും FeCl2 plus H2. റിയാക്റ്റൻസിൻ്റെ സൈഡിൽ Fe അല്ലെങ്കിൽ അയൺ 1 ആറ്റം, ഹൈഡ്രജൻ 1 ആറ്റം, ക്ലോറിൻ 1 ആറ്റം. അതേസമയം പ്രോഡക്ട്സിൻ്റെ സൈഡിൽ അയൺ 1 ആറ്റം, ക്ലോറിൻ 2 ആറ്റം, ഹൈഡ്രജൻ 2 ആറ്റം. റിയാക്റ്റൻസും പ്രോഡക്ട്സും ആറ്റംസിൻ്റെ എണ്ണം വ്യത്യാസമുള്ളതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇൻ ഓർഡർ ടു ബാലൻസ് ദിസ് ഇക്വേഷൻ വി ഹാവ് ടു മേക്ക് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ആസ് 2 ഇൻ റിയാക്റ്റൻസ് സൈഡ് ഓൾസോ. റിയാക്റ്റൻസിൻ്റെ സൈഡിൽ 2 ആക്കി മാറ്റാൻ HClൻ്റെ മുന്നിൽ 2 ചേർത്ത് കൊടുത്താൽ മതി. സോ Fe plus 2HCl gives FeCl2 plus H2 will be the balanced equation. CO2 plus C gives CO is the last equation. ഇവിടെ C2O2 ആറ്റംസ് ആണ് റിയാക്റ്റൻസിൻ്റെ സൈഡിൽ ഉള്ളത്. അതുപോലെ C1O1 ആറ്റം പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഉണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റിൻ്റെ സൈഡിലും കാർബണും ഓക്സിജനും 2 എണ്ണം വീതമാക്കി മാറ്റാൻ നമുക്ക് COയുടെ മുന്നിൽ 2 ചേർത്ത് കൊടുത്താൽ മതി. സോ ദ ബാലൻസ്ഡ് ഇക്വേഷൻ വിൽ ബി CO2 plus C gives 2CO. Last question. Find whether the following statements are right or wrong. ശരിയാണോ തെറ്റാണോ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് എഴുതുകയാണ് വേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, all atoms of the same element show the same properties. ഒരേ എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റംസും ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. So it is true. B. The atoms present in a compound are different. ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള ആറ്റംസ് ഡിഫറെൻ്റ് ആണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് ഓൾസോ എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതും റൈറ്റ് ആണ് അല്ലെങ്കിൽ ട്രൂ ആണ്. സി. എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. എലമെൻറ്റ്സ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ റൈറ്റ്. ഡി. Hydrogen is a monoatomic molecule. It is a wrong statement. Hydrogen is a diatomic molecule.